അത് ചാപ്പ്, പൊത്ത്, ദിമിക്കാരം, നഗാരം. ഈ 4 സ്ഥാനങ്ങളാണ് കൈക്കുള്ളത്. ഇത് കൂടുതൽ നമ്മൾ ഈ തായമ്പക കൊട്ടുന്ന അവസരത്തിലാണ് കൈയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം മേളം ചെയ്യുമ്പോഴും നമ്മൾ ഒരു കോലും കൈയായിട്ട് പഞ്ചാരി കൊട്ടാറുണ്ട്. ഒറ്റക്കോൽ പഞ്ചാരി എന്നൊക്കെ തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ലയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തും നമ്മൾ ഈ ഡേന്നും 4 അക്ഷരം മാത്രമാണ് നമുക്ക് കോല് കൊണ്ട് ചെയ്യാൻ പറ്റുക. ഇന്ന് പലതരത്തിലുള്ള ശബ്ദങ്ങളും ഓരോരുത്തർ തായമ്പകയിൽ അവരുടെ കഴിവുകൾ പ്രകടിച്ചിട്ട് ഉരച്ചിട്ടും നടുക്ക് കൂട്ടിയിട്ടും അല്ലാതെയും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു കലാകാരന്റെ മനോധർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അടിസ്ഥാനമായിട്ട് ഈ 2 ശബ്ദമാണ് നമ്മളൊക്കെ പഠിച്ചു വരുന്നതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും. അത് ഇനിയും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. കൈക്ക് 4 ശബ്ദം ഉണ്ടായിരുന്നു, അത് ദിംകാരും നഗാരും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ വക്കത്ത് 4 അക്ഷരം വരുന്നത് അതനുസരിച്ചിട്ട് കൈയിന്റെ നഗാരം ഒരേ പോലെ വരണം. അതാണ് നഗാരം. നഗതരകം. അപ്പോ ഒരു ദിംകാരം മാത്രമേ അതിൽ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ നഗാരാണ് വരുന്നത്.